നമസ്കാരം. വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ. ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൊല്ലവർഷം 1200 ആണ്ടിലെ ചിങ്ങ സംക്രമം പൂരാടം നക്ഷത്രത്തിലാണ്. ചിങ്ങം 1-ാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് ഇടവം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും കുജനും ഗുളികനും, ചിങ്ങം രാശിയിൽ ആദിത്യനും ബുധനും ശുക്രനും, കന്നിയിൽ ശിഖിയും, ധനുരാശിയിൽ ചന്ദ്രനും, കുംഭത്തിൽ ശനിയും, മീനം രാശിയിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിങ്ങമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ്. ഓഹരി വിപണികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. എന്നാൽ പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതുമാണ്. അതുപോലെ ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ്. പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുന്നതിനും നിലവിലുള്ള ബിസിനസ്സിൽ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും അനുകൂലമായ കാലമാണ്. ബിസിനസ്സിൽ നിന്നും മികച്ച ലാഭം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. ഈ നക്ഷത്രക്കാർക്ക് കുടുംബ സുഖവും ദാമ്പത്യ സുഖവും വർദ്ധിക്കുന്നതാണ്. നല്ല പ്രവർത്തികളിലൂടെ കുടുംബ ജനങ്ങളുടെ ഇഷ്ടം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. ഈ നക്ഷത്രക്കാരുടെ രക്ഷിതാക്കൾക്ക് ചില്ലറ അസുഖങ്ങൾ പിടിപെടുവാൻ സാധ്യത കാണുന്നുണ്ട്. അതിനാൽ പ്രായമായ രക്ഷിതാക്കളുള്ളവർ അവരുടെ ആരോഗ്യകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നത് ഗുണകരമായിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് ഭൂമിയിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ്. ഇവർ ചില കരാർ പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്തുവാൻ ഇടയുണ്ട്. എന്നാൽ സർക്കാർ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ്. ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി അഭിപ്രായ ഭിന്നതകൾ വന്നുചേരുവാൻ ഇടയുണ്ട്. അതിനാൽ ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായും മേലുദ്യോഗസ്ഥരുമായും നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതാണ്. അതുപോലെ ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും. 2, 17, 27 തീയതികൾ അനുകൂലമാണ്. ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്ന രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും അനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട്. കുടുംബ ദേവതകളെയും ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും. ഇഷ്ടദേവതാ മന്ത്രം 108 തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും. നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും. നന്ദി, നമസ്കാരം. ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം.